ഹലോ, ഞാൻ BBC ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി വന്നതാ. BBC ന്യൂസിന്റെ ഒരു സ്കൂളിന്റെ ലൊക്കേഷൻ അയച്ചു തന്നെ. ഞാനിവിടെ എത്തി, സയൻസ് ക്ലാസ്സിലേക്ക് വരാൻ പറഞ്ഞ, പക്ഷെ ഇവിടെ ആരും കാണാനില്ല. ഞാൻ നോക്കിയിട്ട് ഞാൻ വിളിക്കാം. ശരി. ഇന്റർവ്യൂവിന് വന്നല്ലേ? അതെ, നമുക്ക് തുടങ്ങിയാലോ? ഇതാണ് BBC. BBC ബാക്ക് ബെഞ്ചസ് കളക്റ്റീവ്. BBC ന്യൂസ് അല്ലേ? കണ്ടിട്ടേ BBC ന്യൂസ് അല്ല, ഞങ്ങൾ ഈ ബാക്ക് ബെഞ്ചസ് കളക്റ്റീവ്സ് പറഞ്ഞിട്ട് ഇതുപോലെ യൂട്യൂബിലൊക്കെ കേട്ട് ഒരു ഇന്റർവ്യൂ പരിപാടി സെറ്റ് ചെയ്യാൻ വന്നതാണ്. നമുക്ക് ബാക്ക് ബെഞ്ചിലോട്ടങ്ങ് ഇരുന്നാലോ? അല്ല, ഇവിടെ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ബാക്ക് ബെഞ്ചസ് കളക്റ്റീവിന്റെ ആദ്യത്തെ എപ്പിസോഡുള്ളത് സൈജു കുറുപ്പാണ്. സൈജു ചേട്ടനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെയധികം വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ സ്വഭാവ നടനായും നായക നടനായും വില്ലനായിട്ടൊക്കെ മലയാള സിനിമയുടെ അബ്രബോളിയിൽ എങ്ങനെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് സൈജു ചേട്ടൻ. അപ്പോൾ സൈജു ചേട്ടനെ പറ്റി എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നെ പറ്റി നിങ്ങൾക്ക് ആർക്കൊന്നും ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ ഇന്ദ്രജിത്ത് SR +2 കൊമേഴ്സ്. എന്താ ശരി പരിപാടി? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അത് സൈജു ചേട്ടാ, നമ്മള് ഇവിടെ ഒരു ഇന്റർവ്യൂ പരിപാടിയാണ്. യൂട്യൂബില് നമ്മുടെ ചാനലാണ്. അതായത് ഞങ്ങളുടെ ഈ പ്രിൻസിപ്പലേ, അപ്പൊ പുള്ളിയുടെ ഒരു പൊടി പിടിച്ച കാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ പുള്ളിയുടെ ഇരട്ടപ്പേരുണ്ട്, അക്രമം വിക്രമൻ എന്നാ. അപ്പൊ ഞാനതിന്റെ പുറത്ത് ഇത് എഴുതി, പുള്ളി അത് പൊക്കി സീനാക്കി. ഇപ്പൊ ഞാൻ ഏതാണ്ട് ഒരു ദിവസം ഫുള്ള് പുള്ളിയുടെ സിംഗിളായിട്ടാ ഇപ്പൊ ചായ വാങ്ങാൻ പോയത്. നല്ല ഗുരുത്ത, അടിപൊളി. അത് പറയുമ്പോഴാണ് ഞാൻ സൈജുചേട്ടൻ്റെ ഒരു പടത്തിന്റെ ട്രെയിലർ ഇങ്ങനെ കണ്ടായിരുന്നു. ഇതുപോലെ ഒരാളുടെ സിംഗിടിക്ക് ആയിട്ട് പോകുന്ന ഒരു സംഭവം ഞാൻ കണ്ടല്ലോ. ഏതാ പടം? ഫ്ലാസ്ക്. നമ്മുടെ സുരേഷ് കൃഷ്ണ, അദ്ദേഹം ജഡ്ജിയായിട്ട് അഭിനയിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് പോകുന്നതാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റില് ഫ്ലാസ്ക് എന്നാണ് ഇങ്ങനെ ഈ PSO ആയിട്ട് പോകുന്ന ആൾക്കാരെ അവരുടെ പേര്. അതെ അതെ. അപ്പൊ ഇത് ഞാൻ അതിൽ പുള്ളി ഇങ്ങനെ പോയിട്ട് ഒരു കാട്ടിപ്പെടുന്നതും അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ കണ്ടു. രസമുള്ള പരിപാടിയാണ്. അതെ അതെ. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഇതൊരു പക്ക സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ളൊരു അങ്ങനെ ഒരു ഫീല് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം. വളരെ സ്ലാപ്സ്റ്റിക് അല്ല, ഇത് സിറ്റുവേഷണൽ ഹ്യൂമറും പിന്നെ അത്യാവശ്യം ത്രില്ലിംഗ് മൂവ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്ന ഒരു വേണമെങ്കിൽ എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അത് ക്ലീഷ ആയതുകൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെയാണ്. അതെ. ഒരു മിനിറ്റ്. ഉണ്ടോ? അല്ല, ഈ ഇന്റർവ്യൂവിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി കൊണ്ടുവന്നു. ഇന്റർവ്യൂവിന് വരുമ്പോഴെങ്കിലും ശീലമായി ചേട്ടാ, സോറി. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ഈ ട്രെയിലർ കണ്ടു, ഈ ഫ്ലാസിന്റെ ട്രെയിലർ. അപ്പൊ അതിൽ സൈജുചേട്ടൻ പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പൊ സൈജുചേട്ടൻ ശരിക്കും ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആർട്സിലാണോ സ്പോർട്സിലായിരുന്നോ കൂടുതൽ ഇൻട്രസ്റ്റ്? എനിക്കിത് രണ്ടിലും പരിപാടി നടക്കാത്തതിനെ കൊണ്ട് ഞാൻ ഈ ഗേൾസിലേക്ക് അപ്പൊ കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സൈജുചേട്ടൻ ഏതിലായിരുന്നു? ആർട്സ് ആണോ സ്പോർട്സ് ആണോ? എനിക്കിതിൽ രണ്ടിലും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ നീ പറഞ്ഞ ഗേൾസിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അതും അങ്ങനെ വർക്കൗട്ട് ആയില്ല. പക്ഷെ ലിപ്സിങ് ചെയ്യാൻ പറ്റും പാട്ടറിയാമെങ്കിൽ. അങ്ങനെ ഫസ്റ്റ് ലിപ്സിങ് ചെയ്തൊരു പാട്ടുണ്ട്. ഞാൻ സൈജുചേട്ടന് വേണ്ടി ഇവിടെ പാടാം ഇവിടെ. ഓക്കെ ആണോ? സൈജുചേട്ടന്റെ ആദ്യത്തെ സിനിമയിൽ ആദ്യമായിട്ട് സൈജുചേട്ടൻ ലിപ്സിങ് ചെയ്ത പാട്ടാണ്. ഭഗവതി കാവിൽ വെച്ചോ, അമ്പലക്കടവിൽ വെച്ചോ, പാതിരാവിൽ ഇന്നലെ ഒരു നിസ്വനം കേട്ടു, വെള്ളിപ്പുടവ ചുറ്റും വെണ്ണിലാവല്ല, വെറ്റില 100 തേച്ചൊരാതിരയല്ല, തങ്കക്കൊലുസുകൾ അണിഞ്ഞു വരുമൊരു ദേവതയല്ലോ, അവളിന്നവവധുവല്ലോ. ഇത് ഞങ്ങളുടെ എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല, ഞാൻ കാണുമ്പോ ചോദിക്കണം ഓർത്തിരുന്ന കാര്യമാണ്. നമ്മുടെ ഈ ആട് 1 പിങ്കി ആടില്ലേ, ആട് 2 കണ്ടില്ല? നിങ്ങൾ അതുപോലെ മട്ടൻ ബിരിയാണി വെച്ച് തിന്നു. ഓ സോറി, ഈ ക്യാരക്ടർ നമ്മളിങ്ങനെ മനസ്സിൽ വല്ലാണ്ട് പതിങ്ങോണ്ട് ആ ഒരു ഫ്ലോയിലങ്ങ് പോയി. എന്താ ഇപ്പൊ പുതിയ സിനിമയൊക്കെ എന്തേ?
പടത്തിന്റെ പേര് ബ്ലാസ്റ്റ്. Oh, very interesting. Nice. What are you doing with him here? മിസ്സേ, ഞങ്ങളൊരു ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുക എൻ്റെ ചാനലിന് വേണ്ടിയിട്ട്. അവിടെ ക്യാമറ ഉണ്ട്. Camera. You should have told me. I would have dressed better. മിസ് ഒന്ന് പോയി തന്ന ഇല്ല, എനിക്ക് ചോദിക്കാം. ഞാൻ ചോദിച്ചിട്ടേ പോവുള്ളൂ. Is this bitch? നോ യെസ്. I need to see you. അപ്പൊ ഫ്ലാസ്ക് എന്നാ റിലീസ്? 18. Oh, very soon. Nice. You asked him enough questions? ഞാൻ ചോദിച്ചോളാം. Are you sure? ചോദിച്ചോളാം. വിക്രമൻ സാറിന് ചായ പാര് കൊണ്ട് കൊടുക്കും? ഇത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുകൊടുക്കും. No, not happening. എന്നാ മിസ് വാങ്ങിക്കൊടുക്കും. I am a teacher. മിസ് ഞാൻ പ്ലീസ് ഞാൻ ഇതൊന്ന് നടത്തിക്കോട്ടെ. ഞാൻ കൊണ്ട് കൊടുത്തോളാം. I need to see you after this. എന്താ ചെയ്യാ? നമുക്ക് അടുത്ത വീട്ടിൽ കിടക്കാം. അപ്പോ നമ്മള് ചേട്ടൻ പറഞ്ഞു സുരേഷ് കൃഷ്ണനായിട്ടുള്ള ഇതാണ്. പുള്ളി അറിയാം കൺവിൻസിങ് സ്റ്റാറാണ്. എങ്ങനെയാണ് പുള്ളി ആരാണ് ഇതിൽ കൺവിൻസ് ചെയ്തത്? പുള്ളി സജിച്ചേട്ടനെ എങ്ങനെയാണ് പടത്തിൽ മൊത്തം കൺവിൻസ് ചെയ്തത്? എങ്ങനെയാണ് അതിന്റെ മൊത്തം പരിപാടി? ഇതിന്റെ മൊത്തം ഒരു പരിപാടി എന്ന് വെച്ചാല് സുരേഷ് ചേട്ടൻ ഇത് ആദ്യം ഈ സബ്ജക്ട് കേട്ടിട്ട് പുള്ളിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ലിസ്റ്റ് ഉണ്ട്. അതിനുശേഷം ആ സമയത്ത് ഞാനല്ലായിരുന്നു ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഇവര് ഉദ്ദേശിച്ച ആക്ടേഴ്സിനെ കിട്ടിയില്ല. അപ്പൊ രാഹുൽ ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, സുരേഷ് ചേട്ടൻ അങ്ങനെയാണെങ്കിൽ സൈജു ഗ്രൂപ്പിന് ചെയ്യാന്നോ. അപ്പൊ സുരേഷ് ചേട്ടൻ പറഞ്ഞു വളരെ നല്ലൊരു കാര്യം, അപ്പൊ പ്രൊഡ്യൂസർ ആരാന്ന് ചോദിച്ചു. അപ്പൊ രാഹുൽ പറഞ്ഞാൽ നിങ്ങളല്ലേ? അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനെന്നാ പിന്നെ അഭിനയിക്കാൻ തോന്നുന്നു. അപ്പൊ അങ്ങനെയാണ് പിന്നെ അദ്ദേഹം ഇതിലേക്ക് എത്തുന്നത് ജഡ്ജിയായിട്ട്. അങ്ങനെ ജഡ്ജിയായിട്ട് പുള്ളി പിന്നെ ഈ പറഞ്ഞ PSO ആയിട്ട് ഞാൻ കണ്ടു. നിങ്ങൾ ഒരു റീൽ ഉണ്ടായിരുന്നല്ലോ, SK vs SK എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പുള്ളി വേറെ സാധനം നോക്കിയത് ഫ്ലാസ്കിന്റെ ലാസ്റ്റ് SK വരുന്നു. അങ്ങനെ ഒരു ഭയങ്കര ബ്രില്യൻസ് ഉണ്ട് ഈ നല്ല വളരെ വളരെ നമുക്ക് തോന്നുന്നത്. പിന്നെ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, അത് നമുക്ക് കടക്കണ്ട, കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലാണ്. ഇതെനിക്ക് ആക്ച്വലി സജിച്ചേട്ടനോട് പേഴ്സണൽ ആയിട്ട് എന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളൊരാളുടെ അഭിനയം കുറെ കാലമായിട്ട് ഇങ്ങനെ കാണുന്നത്. അപ്പോ ഈ മധുര മനോഹര മോഹം അതിലെ ജീവൻ രാജ്, അപ്പോ പുള്ളി അല്ലെങ്കിൽ അറക്കലു ഇങ്ങനത്തെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ മധുര മനോഹര മോഹത്തിലെ ജീവൻരാജ് ആണെങ്കിൽ പുള്ളി ഈ രജിസ്റ്ററുടെ സംസാരമൊക്കെ ഇട്ട് ചാർജ് ആവുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനമുള്ളൂ. അതുപോലെ അറക്കലു ആണെങ്കിൽ ചിരിക്കുന്നത് ഇങ്ങനെ മൂക്കിങ്ങനെ ഈ ചെറിയ ചെറിയ സാധനങ്ങളുണ്ടല്ലോ, കൈ കിട്ടുന്നതാണോ അതോ ഈ ഡയറക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നതാണോ? അതെങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഡയറക്ടേഴ്സ് പറഞ്ഞു തരും അല്ലെങ്കിൽ റൈറ്റേഴ്സ് പറഞ്ഞു തരും. ഈ ചിരി അറക്കലൂന്റെ ചിരി അല്ലെങ്കിൽ കരച്ചിലൊക്കെ അത് തന്നെ ആ ലൊക്കേഷനിൽ വെച്ച് എനിക്കത് തോന്നിയത് അങ്ങനെ ചിരിക്കാന്നുള്ളൂ. എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ചിരിക്കാൻ പറ്റും? നമുക്ക് ഡിഫറെന്റ് ആയിട്ട് കരയില് ഡിഫറെന്റ് ആയിട്ട് ചിരിക്കുന്നതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ അളവ് കുറയ്ക്കാനേ പറ്റൂ. ചിരിയുടെ അളവ് കുറയ്ക്കാം. ഒരു പല്ല് കാണിക്കാണ്ട് നമുക്ക് സ്മൈൽ ചെയ്യാം, വലിയ വാരി ചിരിക്കാം, രണ്ട് പല്ലും കൂടെ തുറന്നിട്ടുള്ള ചിരി ഇരിക്കാം. വ്യത്യാസം വരുള്ളൂ. അല്ലാണ്ട് വ്യത്യാസം കൊണ്ടുവരാൻ എനിക്ക് ആക്ച്വലി അറിയില്ല. പക്ഷെ ഇതൊരു വ്യത്യാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ അത് ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്ത് പിപ്പിൾ ദേവ് എന്ന് പറഞ്ഞ അന്നത്തെ അതിന്റെ ചീഫ് അസോസിയേറ്റ് ചേട്ടാ ഇത് കുടിച്ചു കേട്ടോ, ഇത് രസം. പിന്നെ ഈ ഞാൻ ചാർജ് ആകുന്ന സമയത്ത് ജീവൻ രാജ് ചെയ്യുന്നത് അതെനിക്ക് തോന്നുന്നത് സ്റ്റെഫി പറഞ്ഞു തന്നാണെന്ന് എന്റെ ഓർമ്മ. അത് പക്ഷെ ഭയങ്കര വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്ലാസ്കിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എൻ്റെ അടുത്തൊരു കിടലൻ ചോദ്യമുണ്ട്. PSO പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ എന്നാണ് പരിപാടി. അപ്പോൾ റിയൽ ലൈഫിൽ ചേട്ടൻ്റെ PSOകൾ ആരൊക്കെയാണ്? ഇനി അതല്ല ആരുടെങ്കിലും PSO ആവാൻ താല്പര്യമുണ്ടോ? ഞാനിവിടുത്തെ കുറച്ച് പിള്ളേരുടെ ഒക്കെ PSO ആയിട്ട് ഇങ്ങനെ വൈകുന്നേരം ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ട്, അത് വേറെ കാര്യം. നമുക്ക് ചേട്ടന്റെ കാര്യത്തിൽ വരാം. റിയൽ ലൈഫിൽ ചേട്ടന്റെ PSO ആരൊക്കെയാണ്? എന്റെ PSO എന്റെ വൈഫാണ്. അതെ അതെ, എന്റെ വൈഫ് വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള, വളരെ ബ്രേവ് ആയിട്ടുള്ള, കറേജിയസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. ഈ കോൺഫിഡൻസും ഈ കറേജും മനക്കെട്ടിയും ഒന്നും അത്ര എനിക്ക് ഇല്ലാത്തൊരാണ്. അപ്പം എന്നെ പല സിറ്റുവേഷനിൽ നിന്നും രക്ഷിക്കുന്നത് എൻ്റെ ഭാര്യയാണ്. അപ്പം എൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ എൻ്റെ ഭാര്യ അനുഭവമാണ്. പിന്നെ എനിക്ക് ആരുടെയെങ്കിലും PSO ആവാൻ താല്പര്യമുണ്ടോന്നു, എനിക്ക് ഈ സംഭവമൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ആക്ച്വലി PSO എന്ന് പറഞ്ഞൊരു പോസ്റ്റിന് ഞാൻ ആക്ച്വലി ഫിറ്റ് അല്ല.
പക്ഷെ എങ്കിൽ പോലും ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ദുൽഖർ സൽമാന്റെ PS വാങ്ങാൻ PS7 DQ പുള്ളി സമ്മതിക്കായിരിക്കുമല്ലോ ഈ സൈഡ് നിങ്ങൾ തമ്മിൽ അത്രയും ബന്ധമുള്ളത്. ബന്ധമുള്ളത് കാരണം പുള്ളിക്ക് എന്നെ പറ്റി അറിയാം. അതുകൊണ്ട് ചിലപ്പോൾ ആക്കൂല. എനിക്ക് ഈ ധൈര്യമൊന്നും ഇല്ലെന്നുള്ള പുള്ളിക്ക് അറിയാം. കൊള്ളാം. SK നമ്മള് ഏകദേശം ഞാൻ എഴുതി വെച്ച ചോദ്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു ചെല്ലട്ടെ. അല്ല ഒരു ചെറിയൊരു പരിപാടി കൂടി. നമുക്കൊരു സെഗ്മെന്റ് ഉണ്ട്. ആ, ഇതുവരെ യൂട്യൂബ് ചരിത്രത്തിൽ ആരും ചെയ്യാത്ത ഒരു ഫ്രഷ് സെഗ്മെന്റ് ഞാൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. വാട്ട്സ് ഇൻ മൈ പൊതിച്ചോർ. വെറൈറ്റി. ഇതിൽ എന്തൊക്കെ ഐറ്റങ്ങൾ ഉണ്ടെന്ന് സഹിച്ചേട്ടൻ ഗസ് ചെയ്യണം. അത് ശരി. അതിനകത്തൊരു ഓംലെറ്റ് കാണുമായിരിക്കും. ഓംലെറ്റ് അല്ല, കാണുമായിരിക്കും. നമുക്ക് കാണുമായിരിക്കും. പിന്നെ തോരൻ കാണും. പിന്നെ ചെമ്മീൻ, ഉണക്ക ചെമ്മീന്റെ ചമ്മന്തി കാണുമായിരിക്കും. ഉണക്ക ചെമ്മീന്റെ ചമ്മന്തി, തോരൻ, ഓംലെറ്റ്, പിന്നെ ഒരു അച്ചാർ കാണുമായിരിക്കും. ഒരു കൊണ്ടാട്ടം കാണും, മുളകിന്റെ ഒരു കൊണ്ടാട്ടം. പപ്പടം കാണില്ല, ചോറ് കാണും. പിന്നെ അത് പറഞ്ഞില്ലെങ്കിലും പിന്നെ അത് നീ പറയും, അത് പറഞ്ഞില്ലെന്ന്. ഓക്കെ, ഇത്രയും പോരെ. നോക്കാം, നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ. ഒരു കൂട്ടുകറിയും പിടിച്ചോ. കൂട്ടുകറി സഹിച്ചേട്ടൻ ഞെട്ടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാ ഞാനല്ലേ, എന്റെ പൊതിച്ചോറല്ലേ ഇത് അല്ലേ? ക്ലാസ് ഒരു കുട്ടീൻ്റെ അടിച്ചു മാറ്റിയതാ. ഓ ശരി. ഓംലെറ്റ് ഇരിപ്പുണ്ട്. ചമ്മന്തി കണ്ടിട്ടൊരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തി അല്ല, ഉണക്കച്ചെമ്മീനല്ല. ഇതിപ്പോ ഒരു ക്യാരറ്റ് വെച്ചിട്ടൊരു കറി പോലത്തെ ബീഫ്. ഒരു കഷ്ണം നല്ലതാ. നമ്മള് സ്വന്തം ക്ലാസ് കുട്ടികളെ കഴിച്ചോ. കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഉച്ചക്ക് ആരും അടിച്ചു മാറ്റാതെ എനിക്ക് തന്നെ ഇത് സെറ്റ് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സെഗ്മെന്റ്. സഹിച്ചേട്ടൻ ഇനി ഇവിടെ വന്നതിന് വേണ്ടിയിട്ട് സഹിച്ചേട്ടൻ എനിക്ക് ഒരു ഓട്ടോഗ്രാഫും കൂടെ തരണം. തീർച്ചയായും, എന്തായാലും തരണം. എന്റെ പെന്നിതാ, എന്റെ ഇവിടെ. അല്ല, ഇത് റിപ്പോർട്ട് കാർഡല്ലേ ഇതിന്റെ? അല്ല, അത് ഇതിൽ തന്നാ മതി, കുഴപ്പമില്ല. ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് കാണിച്ചോളാം. പാരന്റ് സൈൻ ചെയ്യേണ്ട സ്ഥലമല്ലേ? ഒന്നും കുഴപ്പമില്ല, ചേട്ടൻ കിട്ടും, നമുക്ക് സെറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു, ഞാനല്ലേ പറഞ്ഞു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു പരിപാടി ഞാൻ ചെയ്യും. അല്ല, ഇതിൽ പ്രോത്സാഹിപ്പിക്കില്ല. നോ പ്രോത്സാഹനം. അക്രമന്റെ ഒന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. പിന്നെ നമുക്ക് അവിടെ ആ ബോർഡിലൊരു ഒപ്പിട്ടല്ലോ. ബോർഡിൽ ഒപ്പിടാം. ഓക്കെ, നല്ല കാര്യം. എവിടെയാണ്? ഇതാണ് ഈ ബോർഡിൽ. ഓക്കെ, സഹിച്ചേട്ടാ, ഞങ്ങളുടെ ഷോയില്, എന്റെ ഷോയില് വന്നതിന് വളരെ സന്തോഷം. ഫസ്റ്റ് ഗസ്റ്റ് ആണ്. എനിക്ക് സഹിച്ചേട്ടന് ഫസ്റ്റ് ഗസ്റ്റ് ആയിട്ട് ഞാൻ എന്തോരം ആഗ്രഹിച്ചെന്നറിയോ? അതെ, എനിക്ക് കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോ നമുക്ക് സഹിച്ചേട്ടൻ വന്നിട്ട് ഞാൻ തന്നില്ലല്ലോ. നമുക്ക് ഒരു ഫ്ലാസ്കിൽ നിന്ന് ഒരു ചായ കുടിച്ചോണ്ട് നമുക്ക് ഷോ എൻഡ് ചെയ്യാം. ഫ്ലാസ്ക് 18-ാം തീയതി റിലീസ്, ജൂലൈ 18. ഈ 18-ാം തീയതി ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് തന്നെ പോകും. ഉറപ്പായിട്ടും പോകണം. അല്ല, ക്ലാസ് കട്ട് ചെയ്തതുപോലെ വെള്ളിയാഴ്ച അല്ലേ ലാസ്റ്റ്? അപ്പം cheers for Flask. Cheers.